പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പിയെ മാറ്റി നിർത്തുന്നതിന് സഖ്യസാധ്യത തള്ളാതെ ഡി.സി.സി പ്രസിഡന്റ് എ തങ്കപ്പൻ. എല്ലാവരുമായി കൈകോർക്കാൻ കഴിയുമോ എന്ന് അറിയില്ലെങ്കിലും ആവശ്യമെങ്കിൽ സ്വതന്ത്രനുമായി സഹകരിക്കുമെന്ന് എ തങ്കപ്പൻ പറഞ്ഞു. സഖ്യസാധ്യത പറഞ്ഞാൽ അങ്ങനെ ഒരു മതേതര മുന്നണിയായിട്ട് ഒരു കാരണവശാലും നിൽക്കാൻ കഴിയില്ല പാലക്കാടിന്റെ സിറ്റുവേഷൻ പ്രകാരം. പക്ഷെ വരട്ടെ, കാത്തിരുന്ന് കാണാം. നമ്മളെല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ വേണം എന്ന്. എല്ലാവരും നേതാക്കന്മാരൊക്കെ ആലോചിച്ച് അത് തീരുമാനം എടുക്കാമെന്നാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ കപ്പിന്റെ ചൂണ്ടിലടി നഷ്ടപ്പെടുന്ന പോലെ പല വാർഡുകൾ 4 വോട്ട് 3 വോട്ടിനൊക്കെ നഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ഭൂരിപക്ഷം UDF തന്നെയായിരിക്കും, തർക്കം വേണ്ട. ഇവിടെ നമ്മൾ ചില സിറ്റിംഗ് സീറ്റുകൾ ജയിക്കുന്നു പറഞ്ഞ് പോയത് കൊണ്ട് മാത്രമാണ്. എങ്കിലും BJP മാറ്റി നിർത്തുക എന്നുള്ളത് നമ്മുടെ UDF ഒരു ലക്ഷ്യമാണ്. അതിനെന്താ മാർഗം എന്ന് എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. ഗൂഗിൾ US വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്. ഗൂഗിൾ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു സഖ്യ സാധ്യത തള്ളാതിരിക്കുന്നു. പൊതുശത്രുവിനെതിരെ ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ BJPയെ മാറ്റി നിർത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഏത് തരത്തിൽ സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോകും? അതായത് ഒരു മതേതര മുന്നണി എന്നുള്ളത് സാധ്യമല്ലെന്ന് എ തങ്കപ്പൻ വ്യക്തമാക്കി. അതായത് CPM-ഉം കോൺഗ്രസും കൂടി സഹകരിച്ചു കൊണ്ടുള്ള ഒരു മുന്നണിയായി പ്രവർത്തിക്കുക എന്നുള്ളത് സാധ്യമല്ല. പിന്നീടുള്ള ഏക വഴി BJP അധികാരത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ ഒരു സ്വതന്ത്രൻ പാലക്കാട് നഗരസഭയിൽ വിജയിച്ചിട്ടുണ്ട്. 48-ാം വാർഡിൽ വിജയിച്ച ആ സ്വതന്ത്രനെ മുന്നിൽ നിർത്തി അവർക്ക് പരോക്ഷമായി പിന്തുണ നൽകുക, അതുമാത്രമാണ് ഇനി മുന്നിലുള്ള വഴി. അതിനായി ആ സ്വതന്ത്രൻ സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണെങ്കിൽ, ചെയർമാൻ സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണെങ്കിൽ LDF-ഉം UDF-ഉം അയാളെ പിന്തുണയ്ക്കുക, അതുമാത്രമാണ് ഇനി. ഇത്തരത്തിൽ ഒരു മതേതര മുന്നണി എന്നുള്ളത് കഴിയില്ല. മറിച്ച് BJP അധികാരത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ മുന്നിലുള്ള ഏക വഴി അത് മാത്രമാണ്. പക്ഷേ അപ്പോഴും ഒരുപക്ഷെ BJPയുടെ പ്രചരണം ഉണ്ടാവുക ഇടതുപക്ഷവും വലതുപക്ഷവും UDF-ഉം LDF-ഉം ഒരുമിച്ചു എന്നുള്ളതായിരിക്കും. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ അതൊരു തിരിച്ചടിയാകുമെന്ന് ഒരുപക്ഷെ കരുതിയാൽ, അതിൽ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ തോന്നിയാൽ ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു സാധ്യത കൂടി തൽക്കാലത്തേക്ക് പാലക്കാട് നഗരസഭയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അത് എന്തായിരിക്കും അതിൻ്റെ ഫലം എന്നുള്ളത് ഈ കാത്തിരുന്ന് തന്നെ കാണണം. ഏതായാലും അത്ര സുഗമമായി കഴിഞ്ഞ തവണത്തെ പോലെയൊന്നും തന്നെ BJPക്ക് ഭരിക്കാൻ കഴിയില്ല എന്നുള്ളതും അല്ലെങ്കിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയില്ല എന്നുള്ളതും ഉറപ്പാണ് എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി.